മേടം രാശിയിൽ നമുക്കറിയാം അശ്വതി, ഭരണി, കാർത്തികകാല നക്ഷത്രങ്ങളാണ്. മേടം രാശിക്ക് പ്രധാനമായിട്ടും 7.5 ശനി നടക്കുന്ന സമയമാണ്. ശനി പ്രധാനമായിട്ടും ദോഷം ചെയ്യുന്നത് സ്വന്തം രാശിയിൽ, അതായത് ജന്മശനിയായിട്ടോ അഷ്ടമശനിയായിട്ടോ വരുന്നതാണ് പ്രധാനമായ ശനിദോഷങ്ങൾ. 7.5 ശനി എന്ന് പറയുന്നത് വിരയത്തിൽ, അതായത് 12ാം ഭാവം, ചെലവിൻ്റെ ഭാവം, വ്യയഭാവത്തിൽ നിൽക്കുന്ന ശനി കൂടുതൽ ധനച്ചെലവുകൾ ഉണ്ടാക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ട്. പല രീതിയിലും ധനച്ചെലവുകൾ ഉണ്ടാവാം. ഓരോരുത്തർക്കും ഓരോ രൂപത്തിലായിരിക്കാം. ആശുപത്രിവാസങ്ങളെ കൊണ്ടാവാം, ബിസിനസ്സുകളെ കൊണ്ടാവാം, നഷ്ടങ്ങൾ ഉപയോഗിച്ചാവാം, ജോലി ഇല്ലാതെയുള്ള, വരുമാനം ഇല്ലാതെ ചിലവ് മാത്രം നടക്കുന്നതാവാം. ഇങ്ങനെയുള്ള ധനച്ചെലവുകളൊക്കെ വർദ്ധിക്കുന്ന ഒരു കാര്യം മാത്രമാണ് ഈ 7.5 ശനി കൊണ്ടുണ്ടാകുന്ന പ്രധാന ദോഷങ്ങൾ. അതായത് 7 ശനി എന്ന് പറയും. 7.5 ശനിയിൽ 12ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. എന്നിരുന്നാലും 11ൽ രാഹു നിൽക്കുന്നത് നല്ലതാണ്. കാര്യം 11ലൊരു പാപഗ്രഹം നിൽക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങളും അനുഭവിക്കും. എന്നാലും 12ലെ ശനി നമുക്ക് ചെലവുകളെ വർദ്ധിപ്പിക്കും, വരുമാനം കുറയും ചെയ്യും. അങ്ങനെയാണ് ഈ മേടലഗ്നക്കാർക്കുണ്ടാവുക. പക്ഷേ ജൂൺ 2 ശേഷം ഗുരു മിഥുനത്തിൽ നിന്ന്, അതായത് 3ാം ഭാവത്തിൽ നിന്ന് 4ലേക്ക് വന്ന്, അതായത് രാശിക്ക് 4ലേക്ക് വരുന്ന ഗുരു ശനിയെ 9ാം ദൃഷ്ടി കൊണ്ട് നോക്കി ശുഭപ്പെടുത്തുന്നതോടുകൂടി വിരയ ശനിക്ക് കുറച്ചൊരു കുറവുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. ഈ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് വർദ്ധിതമായ ചെലവ് നടന്നുകൊണ്ടിരുന്ന അസുഖങ്ങൾക്ക് വേണ്ടിയാവാം, പല രീതിയിലും ചെലവ് മാത്രം, ഒരു നിവൃത്തിയില്ലാത്ത ചെലവുകൾ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരുന്നവർക്കൊക്കെ ജൂൺ മാസത്തിൽ വരുന്ന ഗുരുമാറ്റത്തോടു കൂടി കുറച്ചൊരു 2026 2 പാദങ്ങളായിട്ടാണ് ഫലം വരിക. ജൂൺ വരെ ഒരു ഫലവും ജൂണിന് ശേഷം കുറച്ചൊരു മാറ്റങ്ങളും ഗുണഫലങ്ങളും അനുഭവത്തിൽ വരും എന്നുള്ളതാണ്. മേട രാശിക്കാർക്ക്, അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് 7.5 ശനിയാണ് തുടക്കം എങ്കിലും ഗുരുവിൻ്റെ മാറ്റം, ഉച്ച ഗുരു വന്നിട്ട് 9ാം ദൃഷ്ടി കൊണ്ട് ശനിയെ നോക്കുന്നതിനോടുകൂടി ജൂണിന് ശേഷം ഉണ്ടാകുന്ന കുറച്ച് സമയത്ത് ഈ ചെലവുകളിൽ കൺട്രോൾ കിട്ടും. പിടിച്ചു നിർത്താൻ പറ്റാത്ത, ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന ചെലവുകളിൽ നിന്ന് കൺട്രോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പ്രധാനമായിട്ടും. മാത്രമല്ല, മാതാവിനെ കൊണ്ടോ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റാതെ വീട് പണികളിലെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവർക്കൊക്കെ ജൂണിന് ശേഷം വീട് പണികൾ പൂർത്തീകരിക്കാനും മേടരാശിക്കാർക്ക് വീട് പണികൾ, ഒന്നാമത്തെ 7.5 ശനി സമയത്ത് നമുക്ക് 2ാമത്തെ ചുറ്റു വരികയാണെങ്കിൽ, ആദ്യ ചുറ്റു എന്ന് പറയുന്നത് 30 വയസ്സിനുള്ളിലുള്ള 7.5 ശനി, 2ാമത്തെ ചുറ്റു 30-ന് ശേഷം വരുന്ന 40-നും മുകളിൽ വരുന്ന 7.5 ശനി സമയങ്ങളിൽ വീട് പണി നടത്താനൊക്കെ യോഗം ഉണ്ടാവും എന്നുള്ളതാണ്. അത് ഗുണമായിട്ടാണ് ഭവിക്കുക. അങ്ങനെയുള്ളവർക്കൊക്കെ 4ലേക്ക് ഗുരു വരുന്നതോടുകൂടി 4ാം ഭാവത്തിൻ്റെ ശുഭത്വം കൊണ്ട് വീട് പണി തുടങ്ങാനും വീട് പണി നടത്തിയെടുക്കാനൊക്കെ പറ്റുന്ന ഒരു സമയം ജൂണിന് ശേഷം ആവിർഭവിക്കുമെന്നുള്ളതാണ് മേടരാശിക്കാരുടെ ഫലം. മാതാവിനെ കൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങൾ, മാതാവിന് അസുഖങ്ങളും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള റിക്കവറി, അതുപോലെ ചെറിയ സഞ്ചാരങ്ങൾ, ചെറിയ ക്ഷേത്രങ്ങളിലേക്കുള്ള തീർത്ഥാടന യാത്രകളൊക്കെ നടത്താൻ പറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മേടരാശിക്കാർക്ക് പറയാൻ പറ്റും. അതുപോലെ ജൂണിന് ശേഷം ഉണ്ടാകുന്ന ചെറിയ കുടുംബത്തിലേക്ക് ആത്മീയത വർദ്ധിക്കുക എന്നുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ മേടരാശിക്കാർക്ക് ജൂണിന് ശേഷം കുറച്ച് നല്ല സമയങ്ങൾ വരാം എന്നുള്ളതാണ്. ഗുരുവിൻ്റെ ദൃഷ്ടി ശനിയെ നോക്കുന്നതോടുകൂടി ശനിയുടെ ചെലവ് എന്ന് പറയുന്ന ദോഷങ്ങളിൽ നിന്ന് കുറേയൊക്കെ മാറ്റങ്ങളുണ്ടായി നല്ല ഒരു അവസ്ഥ 2026 ജൂൺ 5 മാസത്തിന് ശേഷം ഉണ്ടാകുന്ന കാലം അനുകൂലമാവാം എന്നുള്ളതാണ് മേടരാശിക്കാരുടെ ഫലം. പൊതുവേ 7.5 ശനി എന്ന് പറയുന്നത് ധനച്ചെലവാണ് കൂടുതലുണ്ടാവുക. വീട് പണിയാവാം, കുട്ടികളുടെ വിവാഹം, മറ്റു കാര്യങ്ങളാവാം, അല്ലെങ്കിൽ പ്രസവ സംബന്ധമായി കുട്ടികളുടെ മറ്റു ആശുപത്രി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ചെലവുകളാണ്. അതിൽ നിന്നുള്ളൊരു നിയന്ത്രണം ജൂണിന് ശേഷം മേടരാശിക്കാർക്കുണ്ടാവും. അതുപോലെ തന്നെ കേസ്, വഴക്കുകൾ, കോടതി വ്യവഹാരങ്ങൾ, അതുപോലെയുള്ള എന്തെങ്കിലും ധനപരമായിട്ടുള്ള കേസ് വഴക്കുകളോ അല്ലെങ്കിൽ ധനപരമല്ലാത്ത മറ്റേതെങ്കിലും വീടിനെക്കുറിച്ചോ കുടുംബ സ്വത്തുക്കളെക്കുറിച്ചുള്ള കേസ് വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ജൂണിന് ശേഷം അതിൽ നിന്നൊക്കെ ഒരു വിമുക്തി, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ കേസ് ഒക്കെ തീർന്നു കിട്ടാനും കോടതി വ്യവഹാരങ്ങളൊക്കെ മാറിപ്പോകാനൊക്കെ തീർന്നു വരാനുള്ള ഒരവസ്ഥ അടുത്ത 2026
ഫലം സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള ചെറിയ ഗുണങ്ങളൊക്കെ, ജോലി നഷ്ടപ്പെട്ട് ചിലവ് മാത്രം നടന്നുകൊണ്ട് ജോലിയൊക്കെ നഷ്ടപ്പെട്ട് ഏഴരശനി വരുമ്പോൾ ചില പ്രതിസന്ധികളൊക്കെ വരും. അങ്ങനെയുള്ളവർക്ക് വിദേശയാത്രയ്ക്കുള്ള യോഗം, വിദേശയാത്ര സംബന്ധമായിട്ടുള്ള അവസ്ഥകളൊക്കെ സംഭവിക്കാനും അനുകൂലമായിട്ടുള്ള സമയമാണ്. ജൂണിന് ശേഷം വരുന്ന ചിലവുകൾ വർദ്ധിച്ച് നിൽക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഏഴരശനിയുടെ ഒരു പ്രധാന ഇത് എന്ന് പറയുന്നത്. അതിൽ ദശകൾ കൂടി അനുകൂലമാണെങ്കിൽ 1, 5, 9 ഭാവാധിപൻ്റെ ദശകളും കൂടി വരുന്നുണ്ടെങ്കിൽ അവർക്കതിൻ്റെ ആനുകൂല്യങ്ങളും കിട്ടാൻ യോഗമുണ്ട്. പ്രത്യേകിച്ചും അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർ അടുത്ത 2.5 വർഷത്തിൻ്റെ ബാക്കപ്പ്, അതായത് അടുത്ത 2.5 വർഷത്തിൽ വരുന്ന ജന്മശനിക്ക് മുമ്പുള്ള ഒരു ഗുണപരമായ സമയം കൂടിയാണ് ജൂണിന് ശേഷം ഉണ്ടാവുന്നത്.